ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പ്രഖ്യാപിക്കും. ജിൽബി വിശദാംശങ്ങളുമായി ചേരുന്നു. ജിൽബി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇപ്പോൾ നാളെ പ്രഖ്യാപിക്കുന്നതിനുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നാളെ 3 മണിക്ക് വിജ്ഞാൻ ഭവനിൽ വാർത്താ സമ്മേളനം നടത്തി ഈ തീയതികൾ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് രാവിലെയായിരുന്നു പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം നടന്നത്, അല്ലെങ്കിൽ അവർ ചുമതലയേറ്റത്. IAS ഉദ്യോഗസ്ഥരായ ഗണേഷ് കുമാറും സജുവും ചുമതലയേറ്റതിന് പിന്നാലെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗവും ചേർന്നിരുന്നു. ഇപ്പോൾ ഈ യോഗം ചേർന്നതിന് പിന്നാലെയാണ് നാളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. നാളെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഈ തീയതി പ്രഖ്യാപനം നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചതിന് പിന്നാലെ വലിയ വിവാദങ്ങളും നിലനിന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നത് നീണ്ടുപോകുമെന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ തിടുക്കപ്പെട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം നടത്തിയിരിക്കുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരമാണ്. അതിനിടെ ഇപ്പോൾ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടതിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരായ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. എന്നാൽ ആ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്ന ആ ഒരു വിഷയമൊന്നും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനെ ബാധിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണയും അത്തരത്തിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ തന്നെയായിരുന്നു കടന്നിരുന്നത്. ഇപ്പോൾ 7 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് 7 ഘട്ടങ്ങളിലായാലും തെരഞ്ഞെടുപ്പ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ ശരി, വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ട് 3 മണിയോടെ പ്രഖ്യാപനം ഉണ്ടാകും. ജിൽബി തോംസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.